يا حزن واهجر فؤادا توكل بجد بعزم فسيح فإني علمت بأنك نجوى ولبس خبيث مضل قبيح تبخترت رجل بصوت وخيل فما لك في الأرض درب صبيح إلى الله عدنا وبالله لذنا نيوت وزمان بئيس شحيح. ഇങ്ങനെ ഒരു എമിനൻസ് മീറ്റിംഗ് നമ്മൾ ചേരുമ്പോൾ തീർച്ചയായും ഈ ഒരു ചർച്ചയ്ക്ക് വളരെ പ്രസക്തിയുണ്ട്. പണ്ഡിതന്മാരോടുകൂടെ ചേർന്ന് നിന്നുകൊണ്ട് സമൂഹത്തിന് മുഴുവൻ വഴികാട്ടുന്ന തരത്തിൽ പ്രീ സ്കൂൾ മുതൽ PG തലം വരെ അതിനപ്പുറത്ത് വിവിധങ്ങളായ തൊഴിലധിഷ്ഠിത കോഴ്സുകളും പ്രൊഫഷണൽ കോഴ്സുകളും എല്ലാം അടങ്ങുന്ന ഒരു മഹാസമുച്ചയമാണ് ഇന്ന് ജാമിയ സഅദിയ അറബി. നമ്മുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഇരിക്കുന്ന സഅദികൾ എന്ന മഹാപ്രസ്ഥാന പണ്ഡിതന്മാരുടെ ആ കോളേജിന്റെ ഒരു എക്സ്റ്റൻഷൻ ബിൽഡിംഗ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഗവൺമെന്റിന്റെ അനുമതിയോടെ ഒരു ലോ കോളേജ് നമ്മൾ അടുത്ത് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ രണ്ട് തരത്തിലുള്ള വിദ്യാഭ്യാസവും അതോടൊപ്പം ITC മുതലുള്ള പാരാമെഡിക്കൽസ് മുതലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകളും അങ്ങനെ ഒരു സമൂഹത്തെ സ്വയം പര്യാപ്തതയിലേക്ക് ഉയർത്തുന്നതിന് തീർച്ചയായും നമ്മുടെ പൗരപ്രധാനികളും മറ്റ് സാമ്പത്തിക മേഖലയിൽ വിവിധങ്ങളായ സംരംഭങ്ങൾ നടത്തുന്നവരും പണ്ഡിതന്മാരുടെ കൂടെ ചേർന്ന് നിന്നാൽ നമുക്കിവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്നതിന്റെ സജീവമായ ലളിതമായ രൂപത്തിൽ വിശദീകരിക്കുകയുണ്ട്. നമുക്കറിയാം, ചരിത്രപരമായ പല കാരണങ്ങളാൽ സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായെല്ലാം പിന്നോക്കം പോയ ഒരു സമുദായത്തെ എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്നുള്ള വളരെ വലിയ ആലോചന, ആ ആലോചനയിൽ നിന്നാണ് 55 വർഷങ്ങൾക്ക് മുമ്പ് സഅദിയ എന്ന് പറയുന്ന ഇന്ന് ഏക്കറക്കണക്കിന് വിശാലതയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ തുടക്കം. ഇവർ സൂചിപ്പിക്കുകയുണ്ടായി, നൂറുൽ ഉലമ MA ഉസ്താദിൻ്റെ വിഷണറി ആശയം ഒരു സമുദായത്തെ ശാക്തീകരിക്കണമെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 50 വർഷം അതുകൊണ്ട് ആ കർമ്മത്തിനുള്ള സമ്മാനമായി തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും പ്രവാചകത്വ നിയോഗവും ഉണ്ടായതിനു ശേഷം ആ തിരുദൂതർക്ക് ആ ഒരു അംഗീകാരം പ്രത്യേകമായി ഖുർആനും ഇസ്ലാമും നൽകി. അൽ-അഇമ്മത്തു മിൻ ഖുറൈശികളിൽ നിന്നാണ് ലീഡർമാർ ഉണ്ടാവുക, അല്ലെങ്കിൽ ഉണ്ടാകേണ്ടത്. കഅബാലയത്തിന്റെ സമീപത്ത് വരുന്ന ആളുകൾക്ക് സൽക്കാരങ്ങൾ നൽകാനും കഅബയുടെ ബഹുമാനിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്ന പാവപ്പെട്ടവരെ എപ്പോഴും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഫ്യൂഡലിസം, അതൊരു പക്ഷേ അമേരിക്കയുടെയും പടിഞ്ഞാറൻ നാടുകളുടെയും ഒരു കാലഘട്ടത്തിലെ ഇതിവൃത്തമായിരുന്നുവെങ്കിൽ അത്തരം നീക്കങ്ങളെ അല്ല ഇസ്ലാം വളർത്തുന്നത്. മറിച്ച് പണം ഉണ്ടാവുകയും വേണം, ആ പണത്തെ നല്ല വിഷയങ്ങളിൽ വിനിയോഗിക്കുകയും വേണം. സങ്കടപ്പെട്ട് കഴിയുന്ന ആളുകൾക്ക് അത്താണിയായി മാറുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എവിടെയുണ്ടോ ആ മേഖലയിലേക്ക് ഇസ്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് അവരെ നോക്കിക്കാണുന്നത്. ഈ ജാമിയ സഅദിയയുടെ തന്നെ വിജയത്തിന്റെ പിന്നിൽ അതിന്റെ തുടക്കം കുറിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ MA ഉസ്താദ്, അല്ലാഹു തആല അവരുടെ ദർജകൾ എത്രയോ ഇരട്ടിയായി വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആ മഹാനവറുകൾ ഇൽമിലൂടെ തഖ്വയിലൂടെ വാക്കുകൾ പാലിച്ചു പഠിപ്പിക്കുകയാണ്.
അപ്പോൾ ഉന്നത തറവാടുകളിൽ പിറന്ന ഈമാനുള്ള ആളുകൾ, അവർക്ക് ഇസ്ലാം വളരെ വലിയ പ്രാധാന്യം നൽകുന്നു. രണ്ടാമത് ആളുകൾക്ക് കഞ്ഞിയും പായസവും വിതരണം ചെയ്യാനും കഅബ എപ്പോഴും വൃത്തിയിൽ സൂക്ഷിക്കാനും അതീവ താല്പര്യം കാണിച്ചിരുന്നവർ ആയിരുന്നു അബ്ദുൽ മുത്തലിബ്. അജഅൽതും സിഖായത്തൽ ഹാജി വഇമാറത്തൽ മസ്ജിദിൽ ഹറാം കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്നത്, അവരെ ആദരിക്കുന്നത് വളരെ വലിയ കാര്യമാണ് എന്നും ആ ഒരു കാര്യം ഉള്ളപ്പോൾ തന്നെ ഈമാനിന്റെ തിളക്കം ഉണ്ടാകുകയാണെങ്കിൽ അത് സൂക്ഷിക്കുകയും സ്വന്തം വീട്ടിലേക്ക് സയ്യിദുമാരെയും ആലിമീങ്ങളെയും ക്ഷണിക്കുകയും സയ്യിദുമാരും ആലിമീങ്ങളും വിളിച്ചാൽ അവിടെ ഓടി എത്തുകയും ചെയ്യുന്ന ഒരു പതിവ് രീതി പൈതൃകമായി അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പൈതൃകമാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം ഏറ്റവും വലിയ പണക്കാരനായിരുന്നു, രാജാവായിരുന്നു. ലോകമൊട്ടാകെ എന്ന് പറയുന്ന പാവനമായ ഒരു പള്ളിയുടെ നിർമ്മാണം ദാവൂദ് നബി അലൈഹിസ്സലാം ആരംഭിക്കുകയും സുലൈമാൻ നബി അലൈഹിസ്സലാം അത് പൂർത്തിയാക്കുകയും ചെയ്തു. പണം പള്ളി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ ആ പണത്തിന് മഹത്വം ലഭിച്ചതുപോലെ ആ പള്ളി ഉണ്ടാക്കുന്ന, ആ പണം ഉപയോഗിക്കുന്ന ആളും വലുതാവുകയാണ്. പണം കൊണ്ട് മനുഷ്യൻ വലുതാകുമെന്നർത്ഥം. കെട്ടിപ്പൂട്ടി വെക്കുന്ന പണം കൊണ്ട് മനുഷ്യൻ വലുതാവുകയില്ല. അതിന്റെ വിനിയോഗം നന്മയിലാണ് എങ്കിൽ ആ ഉപയോഗിക്കുന്ന വ്യക്തിയും വലുതാകും, ഇസ്ലാമും വലുതാകും. പിന്നീട് നാം നോക്കിയാൽ കാണാം, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ എന്ന ഒരു സഹോദരിയുടെ കച്ചവട സംഘത്തോടൊപ്പം സിറിയയിലേക്ക് യാത്ര ചെയ്തപ്പോൾ അവിടെ അംഗീകരിച്ചിട്ടുള്ളതും ആയ ധാരാളം സ്ഥാപനങ്ങളും സംവിധാനങ്ങളുമെല്ലാം ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മാതൃകയാണ്. പണക്കാരുടെ പണം അതിന്റെ പിന്നിൽ സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഒരു റൂട്ടിലൂടെ തന്നെ പിന്നീട് നാം കാണുന്നത് AD 571 മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് ശേഷമുള്ള ചരിത്രത്തിലും പണത്തിന്റെ പങ്കാളിത്തം. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ അടുക്കൽ വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എനിക്ക് ഒരു കത്ത്. അവർ പണ്ഡിതന്മാരോടും സയ്യിദുമാരോടും അവർ ചോദിക്കണം. കച്ചവടം തുടങ്ങുന്ന കാര്യം ആദ്യം പറയേണ്ടത് സയ്യിദുമാരോടാണ്, ആലിമീങ്ങളോടാണ്. ഏറ്റവും വലിയ സയ്യിദായ മുത്തുനബിയുടെ അടുക്കൽ വന്ന് പണക്കാരനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചോദിക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് വലിയ പണക്കാരനായിരുന്നു. അദ്ദേഹം ചോദിക്കുകയാണ്, ഏത് കച്ചവടമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അതിന്റെ ഡേറ്റ് ഏതാണ്? ആ തീയതി അറിയിച്ചു കൊടുക്കുന്നു. ആ തീയതിക്ക് കച്ചവടം സ്റ്റാർട്ട് ചെയ്യുന്നു. ആ കച്ചവടത്തിന് മുടക്കുമുതൽ ഏതാവണം? ആ മുടക്കുമുതലിന്റെ ഏത് ഭാഗം എങ്ങനെയാണ് ഏറ്റവും മഹത്തരമായിരിക്കുന്ന രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ പ്രസ്ഥാനത്തെ ദൈവം കടാക്ഷിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന കാര്യം. ടാഗോറിന്റെ സുന്ദരമായിരിക്കുന്ന ഒരു കവിതയുണ്ട്. ഞാൻ B.Ed പഠിക്കുമ്പോൾ എന്നും ഞങ്ങളൊരു അധ്യാപിക അത് ചൊല്ലിയ ശേഷം മാത്രമാണ് ക്ലാസ്സുകൾ എടുത്തിരുന്നത്. അതിപ്രകാരമാണ്: എവിടെ നിർഭയമാകുന്നു മാനസം, എവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം, എവിടെ വിജ്ഞാനം പൂർണ്ണ സ്വതന്ത്രമായി അവികലമായി വിരാജിപ്പു നിത്യവും. മുക്തി തന്റെ ആ സ്വർഗരാജ്യത്തിലെ എന്റെ നാടൊന്നുണരണേ ദൈവമേ. മുക്തി തന്റെ ആ സ്വർഗരാജ്യത്തിലെ എന്റെ നാടൊന്നു
ഉണരണേ ദൈവമേ. എത്ര അഭ്യാസം കൊണ്ട് അവർക്ക് നേരെ നിൽക്കുവാൻ ഇടയായിട്ട് തീർന്നിരിക്കുന്നു. അവരുടെ വ്യക്തിത്വത്തെ പൂർണ്ണ വികാസത്തിലേക്ക് കൊണ്ടുവരാൻ ഇടയായിത്തീർന്നു. അതുപോലെ സാദിയ ചെയ്തതായിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം എനിക്ക് ലഭിക്കുന്നതിനിടയായിട്ട് തീർന്നു. ഇവിടെ സംരക്ഷിക്കപ്പെടുന്നവർ, ഭവനങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്നവർ, വിദ്യാഭ്യാസം വേണമെങ്കിൽ ഏതറ്റം വരെയും കൊണ്ടെത്തിക്കുവാൻ കഴിയുന്നതായിരിക്കുന്ന രീതിയിൽ അവരെ പ്രാപ്തരാക്കുന്നതായിരിക്കുന്ന, അതിന് വേണ്ടതായിരിക്കുന്ന സാമ്പത്തികവും സാമൂഹികമായിരിക്കുന്ന ചുറ്റുപാടുകൾ ഒടുക്കുന്നതായിരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം അനുഗ്രഹീതമായി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസിന്റെ സമയത്താണ് കടന്നു പോകുന്നത്. ഇനി ഒരു മാസം കൂടെ കഴിയുമ്പോഴേക്കും ക്രിസ്മസ് ആഘോഷിക്കണം. അടുത്ത ഒരു മാസം മാത്രമേ ഉള്ളൂ. 24 ഡിസംബർ 25 ക്രിസ്മസ്. ഇന്ന് പള്ളിയിലെല്ലാം ഞങ്ങൾ ഓർത്തിരുന്നത് വിശുദ്ധ മറിയത്തെ പറ്റിയാണ്. മറിയത്തെ പറ്റി ഖുറാനിലും ഒരു അധ്യായം തന്നെ ഉണ്ട് എന്നാണ് ഈയിടെ ഒരു പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായത്. മറിയത്തെ പറ്റി തന്നെ എഴുതിയതായിരിക്കുന്ന ഒരു പുസ്തകം ഒരു പ്രകാശന ചടങ്ങിൽ ഞാൻ പങ്കെടുത്തതുകൊണ്ട് കോംപ്ലിമെന്റായി കിട്ടിയതാണ്. മറിയത്തിന്റെ വിശേഷങ്ങൾ ഖുറാനിലുള്ളതെല്ലാം അതിനകത്ത് വ്യാഖ്യാനിച്ചത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചിന്തിച്ചതായിരിക്കുന്ന ഒരു കാര്യം, ഈ മറിയത്തോടുള്ളതായിരിക്കുന്ന ദൈവദൂതൻ എന്ന് പറയുന്നത് ഭയപ്പെടേണ്ട എന്നുള്ളതായിരിക്കുന്ന വലിയ സന്ദേശമാണ് പറഞ്ഞിരിക്കുന്നത്. ഡു നോട്ട് ബി അഫ്രൈഡ്. ഇന്ന് ലോകം ഭയത്തിന്റെ വിത്തുകൾ വിതർന്നതായിരിക്കുന്ന ലോകമാണ്. ഇന്ന് ഭയമാണ് മനുഷ്യനെ മൂടുന്നതായിരിക്കുന്ന വലിയ വികാരം എന്നുള്ളത്. ഓരോ രീതിയിലുള്ളവർക്കും ഓരോ രീതിയിലുള്ളതായിരിക്കുന്ന ഭയമാണ് ഉള്ളത്. അവിടെ ഭയപ്പെടാതെ നിൽക്കുന്നതാണ് ഏറ്റവും അനുഗ്രഹം. മറിയത്തിന് എന്തുകൊണ്ടാണ് ഭയപ്പെടാതെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ഇടയായിട്ട് തീർന്നത്? ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഭയമില്ലാതെ നിൽക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴുമാണ് നമുക്ക് ഭയമില്ലാതെ നിൽക്കുവാൻ ഇടയായിട്ട്. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിച്ച് അങ്ങനെ സൂക്ഷ്മത പുലർത്തി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ ആശയാദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ ആകാശഭൂമികളിൽ നിന്ന് പ്രത്യേക ബറക്കത്ത് നമുക്കുണ്ടാകും. ഒരു ബറക്കത്ത് കിട്ടാൻ ഒരുപാട് സമ്പന്നന്മാരെ പരിശോധിക്കുമ്പോൾ അതിൽ അള്ളാഹുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഓർക്കത്തു പോകുന്നു. നമ്മുടെ എറണാകുളം ജില്ലയിലെ ഇന്ന് മധ്യ കേരളത്തിൽ വളരെ പ്രധാനമായ ഒരു സ്ഥാപനമായി വളർന്നു വരുന്ന ജാമിയ അശ്അരിയ എന്ന സ്ഥാപനത്തിന്റെ അതിന്റെ പ്രധാനപ്പെട്ട വക്താവാണ്, വ്യക്തിത്വമാണ് എയർലൈൻസ് അഹമ്മദ് കുട്ടിയാജി. അദ്ദേഹം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി വന്നിരായ ശൈഖുന കാന്തപുരം ഉസ്താദിനോടൊപ്പം ചേർന്ന് നിന്നപ്പോ എറണാകുളം ടൗണിലെ എയർലൈൻസ് എന്ന് പറയുന്ന ഹോട്ടലിനോട് ചേർന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ കാഴ്ചപ്പാട് ഒരുമിച്ച് കൂടിയപ്പോ വലിയൊരു ബറക്കത്ത്. കഴിഞ്ഞ ദിവസം ഏതോ സാമൂഹിക മാധ്യമത്തിൽ കേട്ടതുപോലെ ആകാരത്തിൽ വളരെ എളിമയുള്ള അദ്ദേഹം എന്നും രാവിലെ, മിക്കവാറും രാവിലെ ഉസ്താദുണ്ട്. എന്നെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആകാരത്തിൽ നമ്മൾ കാണുന്ന എളിമ, പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ദൃഢനിശ്ചയം, അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം ആ സ്ഥാപനം നിന്ന് വളർന്ന് വലുതായി വലിയ ഒരു സ്ഥാപനമായി മാറി. തീർച്ചയായിട്ടും നേരത്തെ ഇവിടെ എല്ലാവരും അതൊക്കെ എല്ലാം ഓരോരോ നിമിത്തമാണ്. അപ്പോൾ ഉസ്താദ് എന്ന് വന്നുകൊണ്ടാണ് ഇങ്ങനൊരാളെ, എഫിഷ്യൻ്റായ ഒരാളെ നമ്മളെല്ലാം ഈ ഇരുത്തവും ഈ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് മർഹൂം നൂറുൽ ഉലമ ഇമാമുൽ ഖാദിർ മുസ്ലിയാർ, അള്ളാഹു അവിടുത്തെ ബറക്കത്തുകൊണ്ട് ദുനിയാവാഹർ അള്ളാഹു സലാമത്താക്കി തരുമാറാകട്ടെ. വീക്ഷണം മതവും ബോധ്യവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയൊരു സ്ഥാപനം അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു. അതിന് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. അൽഹംദുലില്ലാഹ് പെരുമാറാകട്ടെ. ഇതെന്താണോ ഭാവിയിലുള്ള ഒരുപാട് تنحى يا حزن وجفو آدم ترى
قلبي جيد بعزم فصيح فإني علمت بأنك نجوى والبس خبيث ظل طبيب فبخترت رجل بصوت وخيل فما لك في الأرض درب صبيح إلى الله عدنا وبالله لذنا ليطوى زمان بئيس ഞങ്ങളെ മദനീയം കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. മദനീയത്തെ പ്രചരിപ്പിക്കുന്നവര്, മദനീയത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവര്, മദനീയത്തിന്റെ വിവിധങ്ങളായ ഗ്രൂപ്പുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അഡ്മിന്മാര്, മീഡിയ ടീം അംഗങ്ങള്, മദനീയത്തെ സ്നേഹിക്കുന്നവർ, അതിന്റെ ലിങ്കുകൾ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുന്നവര്, അല്ലാഹുവേ അത് പ്രചരിപ്പിക്കുന്നവര്, അയൽവാസികളിലേക്ക്, കുടുംബ ഗ്രൂപ്പുകളിലേക്ക്. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ യു അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. City Gold and Diamonds, Kerala and Karnataka. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. കണ്ടില്ലേ, ഭാഗ്യത്തിനാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. അവരുടെ മനസ്സിൽ ചിലപ്പോൾ അവരുടെ കൂട്ടുകാരോ അവരുടെ വീട്ടുകാരോ അവർ കളിച്ച കളികളോ മറ്റോ ആയിരിക്കാം. അവർക്ക് ട്രാഫിക് നിയമങ്ങളൊന്നും തന്നെ അറിയണമെന്നില്ല. കുട്ടികളെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? അതുപോലെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അശ്രദ്ധമായി ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യരുത്. ക്ലാസ് മുറിയിൽ നിങ്ങൾ എത്ര ശ്രദ്ധിച്ചിരിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങൾ റോഡിലും. പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ. കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും. പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ. കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭിതം.